ഹായ് സർ, എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലോജിസ്റ്റിക്സ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ എങ്ങനെ ഡീസോഫ് ഇവരിൽ നിന്നും വ്യത്യസ്തരാകുന്നത്? കൂടാതെ നമ്മുടെ സിലബസിൽ ഷിപ്പിംഗ് കൂടെ ഉൾപ്പെടുത്തിയതായി കണ്ടു. എന്തുകൊണ്ടാണത്? എപ്പോഴും നമ്മുടെ പ്രത്യേകത നമ്മുടെ സിലബസ് തന്നെയാണ്. മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് നമ്മൾ സിലബസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കൂടുതലായിട്ടും ഇൻഡസ്ട്രി ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ സിലബസിലോട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അതുതന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകതയും. ഇപ്പം നമ്മൾ ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞു. സത്യത്തിൽ ഈ കോഴ്സിനെ ഞാൻ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിനകത്ത് ഒരു പാർട്ട് മാത്രമാണ് ലോജിസ്റ്റിക്സ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, സപ്ലൈ ചെയിൻ എന്ന് പറയുന്ന സിസ്റ്റം നമ്മളൊരു റോ മെറ്റീരിയൽ, പാക്കേജിങ് മെറ്റീരിയൽ പ്രൊക്യൂർ ചെയ്ത് അതൊരു വെയർഹൗസിൽ വന്ന് അവിടുന്ന് മാനുഫാക്ചറിങ് യൂണിറ്റിൽ പോയി അത് ഫിനിഷ്ഡ് പ്രൊഡക്റ്റായി കസ്റ്റമറിലെത്തി കസ്റ്റമറുടെ ഫീഡ്ബാക്ക് എടുക്കുന്നതിനും വരെയുള്ള കംപ്ലീറ്റ് പ്രോസസ്സിനെയാണ് നമ്മൾ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുക. അതിൻ്റെ അകത്തെ ചെറിയൊരു പ്രൊഡക്റ്റിൻ്റെയോ സർവീസിൻ്റെയോ മൂവ്മെൻറ്റ് മാത്രമാണ് ലോജിസ്റ്റിക്സ്. നമുക്ക് കുറച്ച് ട്രാൻസ്പോർട്ട് മോഡ്സ് ഉണ്ട്. എയർ, വാട്ടർ, സീ, പൈപ്പ് ലൈൻ, റെയിൽ, ഇങ്ങനെ തുടങ്ങിയ കുറേ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട്സ് ഉണ്ട്. അപ്പോൾ ഈ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് ഒരു ഇൻ്റർനാഷണൽ ട്രേഡിലോട്ട് വരുമ്പം നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട്സ് എന്ന് പറഞ്ഞാൽ വാട്ടറാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സിലബസിൽ നമ്മൾ കൂടുതലായിട്ടും ഷിപ്പിംഗ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനകത്ത് ഷിപ്പിംഗ് ഓപ്പറേഷൻസ് ഉണ്ട്, ഡോക്യുമെൻറ്റേഷൻസ് ഉണ്ട്. ഓപ്പറേഷൻസ് സൈഡിൽ നമ്മൾ ടൈപ്സ് ഓഫ് കാർഗോ ഷിപ്സ്, ടൈപ്സ് ഓഫ് കണ്ടെയ്നേഴ്സ്, പോർട്ട് ഓപ്പറേഷൻ, ഇങ്ങനെ തുടങ്ങിയ പല കാര്യങ്ങളും നമ്മുടെ കോഴ്സിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോക്യുമെൻറ്റേഷനിലോട്ട് വരുമ്പോഴാകുമ്പം ഒരു എക്സ്പോർട്ട് ഇമ്പോർട്ട് നടത്താൻ വേണ്ടിയുള്ള ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ്, ഒരു എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം, ഒരു ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം, കസ്റ്റംസുമായിട്ട് റിലേറ്റീവ് ആയ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നമുക്ക് തയ്യാറാക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡോക്യുമെൻറ്റേഷനിൽ കൊണ്ടുവന്നിരിക്കുന്നത്. സർ, എന്താണ് എക്സ്പോർട്ട് ഇമ്പോർട്ട് എന്നുകൂടി ഒന്ന് പറഞ്ഞു തരാമോ? ഓക്കെ, എക്സ്പോർട്ട് ഇമ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തു നിന്നും ഒരു പ്രോഡക്റ്റോ സർവീസോ കയറ്റുമതി ചെയ്യുന്നതിനെ എന്ന് പറയുന്നു എക്സ്പോർട്ട് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇറക്കുമതി ചെയ്യുന്നതിനെ ഇമ്പോർട്ട് എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റും എക്സ്പോർട്ട് ചെയ്യാം, അതുപോലെ തന്നെ സർവീസും എക്സ്പോർട്ട് ചെയ്യാം. പിന്നെ പലർക്കും ഒരു ഡൗട്ട് കാണും, എങ്ങനെ ഒരു സർവീസ് എക്സ്പോർട്ട് ചെയ്യാമെന്ന്. സർവീസ് എക്സ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ടൂറിസം എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റിനെ നമുക്ക് ആ രീതിയിൽ കാണാൻ വേണ്ടി സാധിക്കും. മറ്റുള്ള രാജ്യങ്ങളിലെ ആളുകൾ അവർ നമ്മുടെ രാജ്യത്ത് വന്ന് അവർ നമ്മുടെ രാജ്യത്ത് സ്പെൻഡ് ചെയ്യുന്നു. അപ്പം നമ്മൾ എന്താണ് ചെയ്യുക? ടൂറിസം എന്ന പ്രോഡക്റ്റിനെ നമ്മൾ നമ്മുടെ രാജ്യത്തു നിന്നും മറ്റൊരിടത്തോട്ട് എക്സ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുക. ലോജിസ്റ്റിക്സ് കോഴ്സസിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടി ഒന്ന് ഷെയർ ചെയ്യാമോ സർ? സപ്ലൈ ചെയിൻ മേഖലയിൽ ഒരുപാട് ജോലി അവസരങ്ങളുണ്ട്. വ്യത്യസ്തമായ പല ഏരിയാസിലും നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, വെയർഹൗസിലുണ്ട്, ഇൻവെൻട്രിയിലുണ്ട്, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് കോർഡിനേഷൻ, ഷിപ്പിംഗ് കമ്പനീസ്, ഫ്രൈറ്റ് ഫോർവേഡിംഗ് കമ്പനീസ്, ഇങ്ങനെ പല പല ഡിവിഷൻസിൽ നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. സർ, അഡീഷണൽ ആയി ഡീസോഫ് ടെക്നോളജീസ് എന്തൊക്കെയാണ് ഈ കോഴ്സിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്? ഡീസോഫ് ടെക്നോളജീസ് നമ്മുടെ സ്റ്റുഡൻസിനായി അഡീഷണൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ആദ്യത്തേത് SAP ആണ്. SAPയിലെ MM എന്നൊരു മൊഡ്യൂള് നമ്മൾ കുട്ടികൾക്കായി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് എക്സൽ, ടാലി പ്രൈം, അതുപോലെ തന്നെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ക്ലാസ്സുകൾ നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ഇംഗ്ലീഷ് മാത്രമല്ല ഹിന്ദി കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഡീസോഫ് ടെക്നോളജീസ് നമ്മുടെ കുട്ടികൾക്ക് 100% ജോബ് അസിസ്റ്റൻസ് ഇവിടുന്ന് നൽകുന്നുണ്ട്. നിങ്ങൾ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് മേഖലയിൽ ഒരു കരിയറാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ജോയിൻ ഡീസോഫ് ടെക്നോളജീസ്.